രാജ്യത്തെ ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് വീണ്ടും തിരിച്ചടിയായി ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇതിനോടകം തന്നെ പെട്രോൾ, ഡീസൽ വില വർധനയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും കാരണം സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് ഗ്യാസ് വില വീണ്ടും കൂട്ടിയിരിക്കുന്നത്. ഇതോടെ ഒരു കുടുംബത്തിന്റെ പ്രതിമാസ ചിലവ് വീണ്ടും ഉയരാനാണ് സാധ്യത. പാചകവാതകത്തെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് ഈ തീരുമാനം തിരിച്ചടിയാകും. വരുമാനത്തിൽ വർധനയില്ലാത്ത സാഹചര്യത്തിൽ തുടർച്ചയായി ഉയരുന്ന ജീവിത ചെലവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റവും വിതരണ ചിലവിലെ വർധനയുമാണ് വില കൂട്ടാൻ കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ വിശദീകരണം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നില്ലെന്നാണ് പലരുടെയും അഭിപ്രായം. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ജനങ്ങൾ വിലക്കയറ്റത്തിന്റെ ഭാരം വഹിച്ച് ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വർധനകൾ കൂടുതൽ ദുരിതം സൃഷ്ടിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും ആരോപിക്കുന്നത്. ഒരു വശത്ത് പെട്രോൾ വില ഉയരുമ്പോൾ മറ്റൊരു വശത്ത് ഡീസൽ വിലയും വർദ്ധിക്കുന്നു. ഇതിനൊപ്പം പാചകവാതക വിലയും കൂട്ടുമ്പോൾ അതിന്റെ ആഘാതം ഓരോ വീട്ടിലേക്കും എത്തുന്നു. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതോടെ മറ്റു സാധനങ്ങളുടെ വിലയും ഉയരാൻ സാധ്യതയുണ്ട്. ഗ്യാസ് വില വർധന ഒരു ഉൽപ്പന്നത്തിന്റെ വിലക്കയറ്റം മാത്രമല്ല, മൊത്തം ജീവിത ചിലവിനെയും ബാധിക്കുന്ന വിഷയമാണ്. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വില വർധന പുനഃപരിശോധിക്കണമെന്നും ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും വിവിധ കോണുകളിൽ നിന്നും ആവശ്യം ഉയരുന്നുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കാനും ജനങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനുമുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്.